ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഇന്നൊരു വെറൈറ്റി പരീക്ഷണമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്ലവർ കട്ട് വർക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം സെറ്റാക്കി വെക്കാം. നമ്മൾ ഏതിലാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ക്ലോത്തും പിന്നെ നമ്മൾ ഫ്രെയിം പിന്നെ കട്ട് ബീഡ്സ് ഏതാണ് ചെയ്യുന്നത് അതും പിന്നെ ഞാനൊരു കുറച്ച് ബീഡ്സ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ബീഡ്സ് ഞാൻ ഏത് ക്ലോത്താണോ എടുത്തിട്ടുള്ളത് അതിൽ ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഏത് കളർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ കട്ട് പീസ് കൂടെ വേണേ. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു A4 പേപ്പറിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചൊരു പിക്ചറാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വരച്ച ചിത്രം ഇതുപോലെ നമ്മൾ ഏതാണോ കട്ട് പീസായിട്ട് ഉപയോഗിക്കുന്നത് ആ കട്ട് പീസ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കേട്ടോ അത് വരക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വരക്കാവുന്നതാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്കത് പക്ക ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അടിയിൽ വരച്ച പിക്ചർ എന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് മറ്റേ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം പേപ്പറിൽ വരച്ചിട്ട് വേണം കേട്ടോ ക്ലോത്തിലേക്ക് വരക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്തിൽ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റബ്ബ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പേപ്പറിൽ വരച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഒട്ടുമിക്ക ഫ്ലവേഴ്സും ഞാൻ ഇതിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സാധാ നോർമൽ സിസർ വെച്ചിട്ട് നമുക്ക് കട്ട് എടുക്കാം കേട്ടോ. ഞാനിത് ബ്ലേഡ് വെച്ചിട്ട് ഫ്രെയിമിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. ആളെൻ്റെ ഇറച്ചിയാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഞാനും പിന്നെ ബാക്കി അവളും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ബീഡ്സ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഡ്സിൻ്റെ പഞ്ചിങ് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് പഞ്ച് ചെയ്യുകയാണ്. ആദ്യം തന്നെ ബീഡ്സ് പഞ്ച് ചെയ്യുക. നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് അവിടെ വെക്കുന്നതിന് മുന്നേ നമ്മൾ പഞ്ചിങ് ആദ്യം കഴിയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കട്ട് ബീഡ്സിൻ്റെ ഇടയിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബീഡ്സ് പഞ്ച് ചെയ്യുകയാണ്. ബീഡ്സിൻ്റെ ഈ മെഷീൻ ഞാൻ കുറേ മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കുറേ ആയിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ശരിയാക്കണം. കാരണം ഇപ്പം അധികം ബീഡ്സ് വർക്ക് അധികം വരാത്തതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ നമ്മൾ ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതൊക്കെ ഫ്രെയിമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ചെറിയൊരു നമ്മുടെ സൂചി കൊണ്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ആദ്യം തന്നെ തുന്നിക്കഴിഞ്ഞാൽ അതിങ്ങനെ നീങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ നീങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കൊന്നും വേണ്ട. നമ്മൾ ഇതുപോലെ ഒരു മുട്ടുസൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, ഇനി മുട്ടുസൂചി ഇല്ലെങ്കിൽ സാധാരണ സൂചി വെച്ചിട്ട് അതൊന്ന് അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ വരച്ച ആ വരൻ്റെ അതിലൂടെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് തുന്നിക്കൊടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് തുടക്കക്കാർക്കും ചെയ്യാവുന്ന ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇത്. ഇതുപോലെ ഇങ്ങനെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഒരു കട്ട് ബീഡ്സ് എടുത്ത് നമ്മൾ വെച്ചിരുന്ന ആ കട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ അടുത്ത കട്ട് ബീഡ്സ് ഞാൻ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കും. ലൂസോ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പകുതി മുക്കാലും ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് നിങ്ങൾക്ക് 2 എടുക്കാവുന്നതിനും കുഴപ്പമൊന്നുമില്ല. 3 ഒന്നും എടുക്കരുത് കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടില്ല. അതിങ്ങനെ വളഞ്ഞും കുളഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. ഓരോന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഫ്രെയിമിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്നൊരു പണിയാണ് കേട്ടോ. നന്നായിട്ട് നിലത്തേക്ക് ഉയ്യും. അപ്പോൾ പിന്നെ വേഗം പൊറുക്കിയെടുക്കുക പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ളൊരു പരിപാടിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് കുട്ടികളെ ഏൽപ്പിക്കാറുള്ളത്. ഇത് ചാടുന്നത് കാണുമ്പോൾ തന്നെ വലിയ വേഗം ഓടും കേട്ടോ. അവന് പണി വരുമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെയൊക്കെയല്ലേ മക്കളെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്തായാലും ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്ന് ഉള്ളിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ 2 3 എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. 2 ഒക്കെ പക്ഷേ 3 കട്ട് ബീഡ്സൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഷേപ്പിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അതിങ്ങനെ സിക്സാക്ക് ഇതിലിങ്ങനെ വളഞ്ഞും ഇതാക്കി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 2 ഒക്കെ എടുത്ത് ചെയ്യണമെന്ന് പറയുന്നത്. നല്ല ക്ഷമ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഓരോന്ന് ഇങ്ങനെ തുന്നിയെടുത്ത് കിട്ടുമ്പോൾ ഭയങ്കര ക്ഷമ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. ക്ഷമ ഇല്ലാത്തവർക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത്. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ, നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഈ ഒരു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കണമെങ്കിൽ എന്തൊരു റിസ്ക് ആണെന്ന്, അതിനൊക്കെ ഒരു ക്ഷമനമാണെന്നില്ല. ആ ക്ഷമ എന്ന് പറയുന്നത് ഇതുപോലെ അവസാന ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. നമ്മൾ ഇത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ഇത്ര ക്ഷമയോടൊക്കെ ചെയ്ത് കൊടുക്കുന്ന വർക്കുകൾ കസ്റ്റമർ ഹാപ്പിയാണ്, അവർ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയും. അവരിട്ട് കാണുമ്പോഴുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷനും അതും വേറെ തന്നെയാണെന്നേ.
അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ നിങ്ങളുടെ കുർത്തിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ. ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി മോഡൽസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുപോലെ റെഡി സ്റ്റോക്ക് ഐറ്റംസും ഇതുപോലെ കസ്റ്റമൈസിങ്ങും ഒക്കെ ഞാൻ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ നമുക്ക് അയച്ചെന്നാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. താങ്ക് ഫോർ വാച്ചിങ്.